ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ 40-ാം ദിവസമാണെന്ന്. കൃത്യം 40-ാം ദിവസം ഇന്നാണ്. ഏപ്രിൽ 20-നായിരുന്നു ഈസ്റ്റർ. ഇന്ന് മെയ് 29. 40-ാം ദിവസം ഈശോയുടെ സ്വർഗാരോഹണം. നമ്മളത് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഒരു ഇടദിവസമായതുകൊണ്ട്, ഇത് പ്രധാനപ്പെട്ടൊരു തിരുനാളായതുകൊണ്ടും അത് ഞായറാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച കടമുള്ള ദിവസമാണല്ലോ. അപ്പോൾ അതെല്ലാ വിശ്വാസികൾക്കും അത് പങ്കുചേരാനും പ്രാർത്ഥിക്കുവാനും സാധിക്കും എന്നതുകൊണ്ടായിരിക്കണം ആരാധനക്രമത്തിൽ അത് ഞായറാഴ്ചത്തേക്ക് 1-ാം തീയതിയാണ് നമ്മൾ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നത്. ഞാനിങ്ങനെ എൻ്റെ വൈദിക പഠന പരിശീലനത്തിൻ്റെ കാലയളവിൽ തന്നെ ഞാൻ പഠിച്ച ഒരു വചനമാണ്. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. ജ്ഞാനം 8:1. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു, അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. അപ്പോൾ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച് വന്നവരൊക്കെ, ബ്ലെസ്സിങ് സെൻറ്ററിൽ ആവേ മരിയയിലൊക്കെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കൊക്കെ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ജൂൺ 8-ാം തീയതിയാണ് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ. പരിശുദ്ധാത്മാവ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് തരും. പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് അത് വിധേയപ്പെട്ട് പ്രാർത്ഥിക്കുക. ജ്ഞാനം 8:1 പ്രാർത്ഥിക്കാനായിട്ട് പലരോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കല്യാണ തടസ്സമുള്ളവർക്കൊക്കെ ജ്ഞാനം 8:1 പ്രാർത്ഥിക്കുക. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് പോയി ഒരു പങ്കാളിയെ ക്രമീകരിച്ച് കൊണ്ടുവന്ന് തരും. എന്തെങ്കിലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പോയി അത് ചെയ്യേണ്ട വ്യക്തികൾ, അത് കാണേണ്ട വ്യക്തികളൊക്കെ കണ്ട് പരിശുദ്ധാത്മാവ് തന്നെ അവരുടെ ഉള്ളിൽ ഒരു അലിവ് നമ്മളോടുണ്ടാക്കി അത് ക്രമീകരിച്ചു തരും. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു, അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഇവിടെ അവൾ എന്ന് പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ചാണ്. ജ്ഞാനം അത് സ്ത്രീലിംഗമായിട്ടാണ് ബൈബിള് വ്യാഖ്യാനിക്കുന്നത്. ജ്ഞാനം സ്ത്രീലിംഗമാണ്. അപ്പോൾ നമുക്ക് സഭയിൽ ചില കൊച്ചു കൊച്ചു ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അൽമായരൊക്കെ നടത്തുന്ന ധ്യാന കേന്ദ്രങ്ങൾ, വൈദികരുടെ നേതൃത്വത്തിലല്ലാത്ത ശുശ്രൂഷകളിലൊക്കെ ഒരു തെറ്റായ പഠനം വരുന്നുണ്ടായിരുന്നു. അത് ഈ അവൾ എന്ന് കാണുന്നതൊക്കെ മാതാവെന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങി ചിലർ. അവൾ എന്ന് കണ്ടാൽ പിന്നെ മാതാവാണ്. അവൾ എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അവൾ എന്ന് പറയുന്നത് ജ്ഞാനം. ഉദാഹരണത്തിന് ബാറൂഖ് പ്രവാചകന്റെ പുസ്തകം, അത് 3-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളുടെ ടൈറ്റില് യഥാർത്ഥ ജ്ഞാനം എന്നാണ്. യഥാർത്ഥ ജ്ഞാനം. അത് തുടർന്ന് അങ്ങനെ വരികയാണ്. 4-ാം അധ്യായം അങ്ങനെ തുടർന്ന് പോരുകയാണ്. അത് 3-ാം അധ്യായത്തിൽ 9-ാം വാക്യം മുതൽ 4-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്: ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്, അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും. ഇത് മാതാവിനെ പഴയ നിയമത്തിൽ പറയുന്നു, മാതാവിനെ എല്ലായിടത്തും പറയുന്നു എന്ന് പറഞ്ഞ ചില ചെറിയ തിയോളജിയൊന്നും പഠിക്കാത്ത കരിസ്മാറ്റിക് ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നു എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളൊക്കെ ഇത് ഒരു പാഷണ്ഡത പോലെ പഠിപ്പിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അവൾ എന്ന് പറയുന്നത് ബൈബിളിലെ പ്രധാനമായും, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും ഒക്കെ പറയുന്നത് അത് ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ്. ദൈവിക ജ്ഞാനം. ദൈവിക ജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ്. ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ധൈര്യം, ദൈവഭക്തി, ദൈവഭയം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ്. അപ്പം ജ്ഞാനം ക്രമീകരിക്കും. ഇതിങ്ങനെ ധ്യാനിക്കാനായിട്ടുള്ള കാരണം, ഇന്നത്തെ വായന നടപടി പുസ്തകം 18-ാം അധ്യായം, അത് 17-ാം അധ്യായത്തിൽ നമ്മൾക്കറിയാം പൗലോസ് ആഥൻസിലായിരുന്നു, അരിയോപ്പാഗസ്. അവിടെ ആളുകൾ ഇങ്ങനെ അജ്ഞാത ദേവനെ ബലിപീഠമൊക്കെ ഉണ്ടാക്കി ആരാധിക്കുന്ന കാര്യമൊക്കെ വന്നപ്പോൾ അവരോടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലരൊക്കെ സ്വീകരിച്ചു, ചിലർ പറഞ്ഞു ഞങ്ങൾ പിന്നീട് കേട്ടുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അവർ പോയി. അങ്ങനെ അത് തുടർന്ന് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആഥൻസ് വിട്ടു, അവിടം വിട്ടുപോയി. എന്നിട്ട് എങ്ങോട്ട് പോയി? കൊറിന്തോസിലേക്ക് പോയപ്പോൾ ഇങ്ങനെ വിഷമിച്ചൊരു ശുശ്രൂഷകന്റെ അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കാം. അതിനു മുമ്പ് നമുക്കറിയാമല്ലോ തടവറയിലെ സംഭവം. അതിനു മുമ്പ് പൗലോസേറ്റ പീഡനങ്ങൾ അറിയാമല്ലോ, തടവറയിൽ കീർത്തനങ്ങൾ പാടിയത്. അങ്ങനെ
അങ്ങനെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് ചിലവർ സ്വീകരിച്ചു, ചിലവർ സ്വീകരിച്ചില്ല. പീഡനങ്ങളുണ്ടായി, വിഷമങ്ങളുണ്ടായി. അങ്ങനെ പൗലോസ് കൊരിന്തോസിലെത്തിയപ്പോൾ അവിടെ 2 പേര് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു. അക്വീല പ്രിഷില്ല ദമ്പതികൾ. അവർ യഥാർത്ഥത്തിൽ യഹൂദരാണ്. അവർ റോമാ നഗരത്തിലാണ്. റോമാ നഗരത്തിൽ യഹൂദര് പാടില്ല എന്ന് ക്ലാവുദിയൂസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ അവർ ഓടി അങ്ങനെ കൊരിന്തോസിലെത്തിയതാണ്. അപ്പോൾ പൗലോസിന് വേണ്ടി ഇങ്ങനെ ഈ 2 പേരെ ക്രമീകരിച്ചതുപോലെയാണ്. നോക്കിയപ്പോൾ 2 കൂട്ടരും ഒരേ തൊഴിൽ തുകൽ പണിക്കാരാണ്. അവരുടെ കൂടെ പോയി താമസിച്ചു. പൗലോസ് അവരുടെ വീട്ടിൽ പോയി താമസിച്ചു, അവരുടെ കൂടെ വചനം പഠിച്ചു. എന്നിട്ട് അവർ 3 പേരും കൂടി വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. എത്ര സുന്ദരമാ! പൗലോസിന് എത്ര സന്തോഷം ഉണ്ടായി കാണും, എത്ര ആശ്വാസം ഉണ്ടായി കാണും. കുറച്ച് ദിവസങ്ങളൊന്ന് സ്വസ്ഥമായിരിക്കാനും വചനം പഠിക്കാനും നല്ല ഇഷ്ടമുള്ളവരുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിക്കാനും ഒക്കെ പരിശുദ്ധാത്മാവ് അങ്ങനെ ക്രമീകരിച്ചു കൊടുത്തു. അപ്പോഴാണ് കുറെ കഴിഞ്ഞപ്പോഴും സീലാസും തിമോത്തിയോസും അവർ മക്കതോനിയിൽ നിന്ന് വന്നു ചേർന്നു. അവരും ചേർന്ന് അവർക്ക് യഹൂദർക്ക് ബോധ്യം വരുത്താനുള്ള, യേശുവാണ് ക്രിസ്തുവെന്ന് യഹൂദരെ ബോധ്യം വരുത്താനുള്ള ശ്രമം അവരങ്ങനെ നടത്തി. അപ്പം 4 പേരായില്ലേ. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊറിന്തോസിലും അവർക്ക് എതിർപ്പുണ്ടായി. അവരെതിർക്കുകയും ദൂഷണം പറയുകയും ചെയ്തപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? പൗലോസിന് പിന്നെ സങ്കടമായി. പൗലോസ് വസ്ത്രം കുടഞ്ഞ് അവിടുന്ന് പോയി. വസ്ത്രം കുടഞ്ഞ് ഇങ്ങനെ കാലിലെ പൊടി തട്ടിക്കളയുക, വസ്ത്രം കുടയുക. ഇത് സങ്കടം വരുമ്പോൾ പൗലോസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ നിന്നിട്ടും കാര്യമില്ല. ഇപ്പൊ കാലിലെ പൊടി തട്ടിക്കളയും, വസ്ത്രം കുടഞ്ഞിട്ട് അങ്ങനെ വസ്ത്രങ്ങൾ കുടഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്തം നിങ്ങളുടെ തന്നെ ശിരസിൽ പതിക്കട്ടെ, ഞാൻ നിരപരാധനാണ്, ഇനി ഞാൻ വിജാതിയുടെ അടുക്കലേക്ക് പോകുന്നു. അവിടം വിട്ടുപോയപ്പോൾ വേറൊരാളെ അവിടെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു. ദൈവഭക്തനായ യുസ്തോസ് എന്നൊരുവനെ അവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരു സങ്കടം വരുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിന് വേണ്ടി ക്രമീകരിച്ചു കൊടുക്കുന്ന കാര്യമാണ്. സിനഗോഗിന് തൊട്ടടുത്തായിരുന്നു അവൻ്റെ വീട്. പിന്നീട് സിനഗോഗ് അധികാരിയായ ക്രിസ്പൂസ് അവൻ്റെ കുടുംബവും മുഴുവൻ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്തോസുകാരിൽ പലരും വചനം കേട്ട് വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇന്നത്തെ 1-ാം വായന അവസാനിക്കുന്നത്. അപ്പോൾ പൗലോസിൻ്റെ മുൻപിൽ ദൈവാത്മാവ് ക്രമീകരിച്ചു കൊടുത്ത കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന കാര്യം എന്താണ്? അത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. യോഹന്നാൻ 16:20. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അതിന് ദൈവം ഒരു ക്രമീകരണം തരും. അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും. നിങ്ങളിങ്ങനെ ദുഃഖിച്ചൊന്നിരിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് സങ്കടമൊക്കെ മാറ്റി ദൈവം തരും എന്ന് പറയും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ദൈവം ഇങ്ങനെ ഒരു ക്രമീകരണം തരും. ദൈവം ക്രമീകരണം തരും. അതാണ് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് ഈ ഒരു വചനം കേട്ടതാണ്. അത് ജോബിൻ്റെ പുസ്തകത്തിൽ ഒരു വചനമാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായം 24-ാം വാക്യം. ധൈര്യമറ്റ അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു. ധൈര്യം പോയ മനുഷ്യരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു. എൻ്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല. കാരണം എൻ്റെ മുഖത്തിൽ നിന്ന് ഒരു പ്രത്യേക ശക്തി അവരിലേക്ക് പോയി. ഞാൻ ചിരിച്ചപ്പോൾ, അതായത് എൻ്റെ മുൻപിൽ നല്ല വാക്ക് പറയുന്നവരെ ദൈവം ക്രമീകരിക്കും. എനിക്ക് ഭക്ഷണം തരുന്നവരെ ദൈവം ക്രമീകരിക്കും. എന്നെ കൂടെ താമസിപ്പിച്ച് ആശ്വാസവാക്ക് പറയുന്നവരെ ദൈവം ക്രമീകരിക്കും. അത് ദൈവത്തിൻ്റെ രീതിയാണ്. ജ്ഞാനത്തിന് ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ആ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ പോയപ്പോൾ ബർത്തിമേസിന്റെ കഥ അതിങ്ങനെ ധ്യാനിച്ചപ്പോൾ ബർത്തിമേസ് ഇങ്ങനെ ഈശോ പോകുന്നത് കണ്ടപ്പോൾ, ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പൊ കുറെ പേര് പറഞ്ഞു, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ വേറെ കുറെ പേര് അവർ ഈശോ കണ്ടിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക എന്ന് പറയും. അവരോട് പറയും, അവനെ വിളിക്കുക എന്ന് പറയാം. അപ്പൊ അവര് പോയിട്ട്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. ഇത് കേട്ട് അവൻ കുതിച്ചു ചാടി. അപ്പൊ നോക്കിക്കേ, ദൈവത്തിന്റെ ക്രമീകരണം നോക്കിക്കേ. ശകാരിച്ച സമയത്ത്, മിണ്ടാതിരിക്കുന്ന പറയുന്ന സമയത്ത് വേറെ ആളുകളെ ദൈവം ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയും ശിമയോൻ, നമുക്ക് നമ്മുടെ മാതാവ് ഈശോയെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവാലയത്തിൽ ചെന്നപ്പോൾ ശിമയോൻ പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി ദേവാലയത്തിലേക്ക് വന്നു. അതേസമയം തന്നെ യൗസേപ്പ് പിതാവും മാതാവ് ശിശുവായ ഈശോയും കൂട്ടി
നിയമാനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അവരും ദേവാലയത്തിലേക്ക് വന്നു. ദൈവത്തിൻ്റെ ക്രമീകരണം ഓർത്ത് നോക്കിയ 2 കൂട്ടർ ഒരുമിച്ച് വരുന്നു. ഇവൻ ഇസ്രായേലിന് വലിയ അടയാളമായിരിക്കും എന്നൊക്കെ പറയുന്ന വലിയ വർത്തമാനങ്ങൾ ശിമയോനിൽ നിന്ന് കേൾക്കാൻ മാതാവിന് ഇടവരുത്തി. ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളാണ്. ഇനിയും എലിസബത്തിൻ്റെ അടുക്കൽ മറിയം ചെന്നത്, അത് ലൂക്ക 1:41. മറിയം ചെന്ന് അഭിവാദനം പറഞ്ഞപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ചാടിക്കാൻ വേണ്ടി, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ചാടിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ദൈവത്തിന്റെ ക്രമീകരണം ഓർത്തു നോക്കിക്കാം. ഇനി കാനായിലെ കല്യാണ നാളിൽ മാതാവ് കൂടെ പോയി. അവർക്ക് വീഞ്ഞില്ല എന്ന കാര്യം മനസ്സിലാക്കി മാതാവിനെ കൊണ്ട് പറയിപ്പിച്ച പരിശുദ്ധാത്മാവ്. അവർക്ക് വീഞ്ഞില്ല, അവരുടെ സങ്കടങ്ങളുണ്ട്, അവർക്ക് വീഞ്ഞില്ല എന്ന് മാതാവിനെ കൊണ്ട് പറയിപ്പിച്ച പരിശുദ്ധാത്മാവ്. ബേത്സദാ കുളക്കടവിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു തളർവാദം ഇല്ലേ, അവന് ഒരു ജന്മന ഇങ്ങനെ ആ രോഗി അവിടെ കിടക്കുകയാണ്. കുറെ വർഷങ്ങളായി, 38 വർഷമായി. അവൻ പറയുന്നുണ്ട്, ആരും എന്നെ ഇറക്കാനില്ല, ആരുമില്ല. അപ്പോഴാണ് ഈശോ വന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ, ഈശോയുടെ ക്രമീകരണം. 38 വർഷമായിട്ട് ഒരു തളർവാദ രോഗി, അയാൾക്ക് പോലും ഈശോയുടെ ക്രമീകരണം, ആ രോഗിയുടെ മുമ്പിൽ ഈശോയുടെ ക്രമീകരണം അത് വളരെ വലുതാണ്. ഇനി ധൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടന്നിട്ട് അങ്ങോട്ട് പോവുകയാണല്ലോ. വീട്ടിൽ ചെല്ലുമ്പോൾ പിതാവായ ദൈവത്തോട് എനിക്ക് പറയണം, പിതാവേ എനിക്ക് തെറ്റിപ്പോയി എന്ന് പിതാവായ ദൈവത്തോട് പറയണമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് അവിടെ ചെല്ലുമ്പോൾ അവസ്ഥ ഓർത്തു വയ്ക്കാം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യം, പിതാവ് അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഓർത്തേക്ക് പരിശുദ്ധാത്മാവ് ക്രമീകരിക്കുന്ന നോക്കിക്കേ. വെറുതെ സോറി പറയാൻ ചെന്നതാ, അപ്പൊ കിട്ടിയതാ ചുംബനവും സ്നേഹവും എല്ലാം. അതുപോലെ ദൈവം ക്രമീകരിച്ചു തരും. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ ക്രമീകരിച്ച് തരണം. നിങ്ങൾ പരിശുദ്ധാത്മാവിന് അത്ര ആരും പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. ഈശോയെ വിളിക്കും, പിന്നെ സ്വർഗസ്ഥനായ പിതാവെ ചെല്ലുമ്പോൾ പിതാവെ എന്നൊക്കെ വിളിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന് അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ പരിശുദ്ധാത്മാവാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മറിയത്തിന്റെ ഉദരത്തിലേക്ക് ഈശോയെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ബലിപീഠത്തിൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ എന്ന് പറയുന്നത്, പ്രതിഷ്ഠാ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവാണ് ഇറങ്ങി വരുന്നത്. അപ്പത്തെയും വീഞ്ഞിനെയും ഈശോയുടെ ശരീരത്തെയും രക്തവുമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുക. ഇവിടെ ഇരിക്കുന്നവര് ഒന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. ഇന്ന് സ്വർഗാരോഹണ തിരുനാളല്ലേ, എന്തിനാണ് ഈശോ പോകുന്നത്? ഞായറാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ എന്തിനാണ് ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നത്? പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടിയിട്ടാണ്. ഈശോയെ അങ്ങനെ വെറുതെ പോകല്ലേ, ഈശോയെ എനിക്കൊരു അനുഗ്രഹം തന്നിട്ട് പോകർത്താവേ, അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമായ നീ വരണേ. പാപിയാണു ഞാൻ ദേവാ, മാപ്പു നൽകണേ. എനിക്ക് ഇന്നതൊക്കെ ഉള്ളു കർത്താവേ, എനിക്ക് സങ്കടമാണ് കർത്താവേ, രോഗാണ് കർത്താവേ, കുഞ്ഞുങ്ങളില്ല കർത്താവേ, ജോലിയില്ല കർത്താവേ. കർത്താവിനോടൊന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് അനുഗ്രഹിക്കും. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമായ നീ വരണേ. പാപിയാണു ഞാൻ ദേവാ, മാപ്പു നൽകണേ. മൃത്യുഭയമെൻ്റെ ഉള്ളിൽ ഏറി വരുന്നെൻ്റെ നാഥ, ഒരു വാക്കിനാൽ സുഖമാക്കുക, ആനന്ദമേകിടുക. ഈശോ പോകും വഴിയരികിൽ ഈറൻമിഴികളുമായി ഞാൻ എത്ര നാളായി കാത്തിരിപ്പു, എന്നു തീരും എൻ്റെ മോഹം. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ സുന്ദരമായ ക്രമീകരണങ്ങൾ കൊടുത്ത പരിശുദ്ധാത്മാവേ, പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ ജീവിതത്തിൽ
മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ആശാ കേന്ദ്രമെന്ന പോലെ ഇവിടെ വന്നണഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെ സ്വാധീനം ചെലുത്തുന്ന, എല്ലാം നന്നായി ക്രമപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെയും ഒന്ന് ക്രമപ്പെടുത്തണമേ. ആമേൻ.